നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള SPG സംഘം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് പരിശോധന നടത്തി. ക്ഷേത്രവും പരിസരവും SPG നിയന്ത്രണത്തിലായി. SPG സ്പെഷ്യൽ സുരക്ഷാ ഓഫീസർ AIG പവൻകുമാർ, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ്, ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ KG സുരേഷ്, ടെമ്പിൾ SHO C പ്രേമാനന്ദ കൃഷ്ണൻ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇന്നലെ രാത്രി 8 നടത്തിയ പരിശോധനയ്ക്ക് ശേഷം സംഘം ക്ഷേത്ര പരിസരത്ത് ഒരുക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായി ഒരുക്കേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് ഇന്ന് SPG സംഘം ദേവസ്വം പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തും. രാവിലെ 10 പൂന്താനം ഓഡിറ്റോറിയത്തിലാണ് ഉന്നതതല യോഗം നടന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്, തമിഴ്നാട്ടിലെയോ കർണാടകത്തിലെയോ ഗവർണർമാരിൽ ആരെങ്കിലുമോ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് എത്തിയേക്കും. V മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ ഏതാനും കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്തേക്കും. പ്രധാനമന്ത്രി ദർശനം നടത്തുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് പ്രവേശനം. വിവാഹം നടക്കുന്ന ഹാളിലേക്കാകും പ്രധാനമന്ത്രി ഒഴികെയുള്ളവർ വരിക. പ്രധാനമന്ത്രിയുടെ സന്ദർശന ദിവസമാണ് ശബരിമല സീസൺ കഴിഞ്ഞുള്ള ഉദയാസ്തമന പൂജ. രാവിലെ 6 മുൻപായി ആനയെ എഴുന്നള്ളിച്ചുള്ള ശീവേലി പൂർത്തിയാക്കും. 17 രാവിലെ 6:30 പ്രധാനമന്ത്രി കൊച്ചിയിൽ നിന്നും ഗുരുവായൂരിലേക്ക് പ്രത്യേക ഹെലികോപ്റ്ററിൽ മടങ്ങും. 7 ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിലെത്തും. കാർ മാർഗം ഗുരുവായൂരിലേക്ക് 7:15 ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ, 7:35 ഗസ്റ്റ് ഹൌസിൽ നിന്നും ക്ഷേത്രത്തിലേക്ക്, 7:40 മുതൽ 8 വരെ ക്ഷേത്രത്തിൽ ചെലവഴിക്കും. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും. 9:10 തിരികെ ഗസ്റ്റ് ഹൌസിലേക്ക്, 9:30 കാർ മാർഗം ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ നിന്ന് കൊച്ചിയിലേക്ക്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിന്റെ പേരിൽ ഗുരുവായൂർ നടക്കുന്ന വിവാഹങ്ങളുടെ സമയം മാറ്റുന്നതിനെ ചൊല്ലി കഴിഞ്ഞ ദിവസം വിവാദമുണ്ടായിരുന്നു. 17 രാവിലെ 6-നും 9-നും ഇടയിൽ നടത്തേണ്ടിയിരുന്ന വിവാഹങ്ങളുടെ സമയമാണ് മാറ്റുക. മോദി പങ്കെടുക്കുന്ന ഒരു വിവാഹത്തിന്റെ പേരിൽ 10ഓളം വിവാഹങ്ങളുടെ സമയം മാറ്റിയതാണ് വിമർശനത്തിന് ഇടയാക്കിയത്. രാവിലെ 6 മുതൽ 9 വരെ തുലാഭാരവും കുട്ടികളുടെ ചോറൂടും നടക്കില്ല. ദർശനവും അനുവദിക്കില്ല. സമയം മാറ്റിയതടക്കം 48 വിവാഹങ്ങൾ പുലർച്ചെ 5-നും 6-നും മധ്യേ നടത്തും. വിവാഹ സംഘങ്ങൾ പ്രത്യേകം പാസ് എടുക്കണമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം ഗുരുവായൂർ മുഹൂർത്ത പ്രകാരമല്ല ദേവസ്വം നൽകുന്ന സമയത്താണ് വിവാഹം. എന്നാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കാരണം അന്നത്തെ വിവാഹങ്ങൾ മാറ്റിവെച്ചെന്നും പ്രചാരണമുണ്ട്. എന്നാൽ വിവാഹങ്ങൾക്ക് സമയമില്ലെന്നും സന്ദർശന സമയത്തിൽ നിയന്ത്രണം മാത്രമാണെന്നും BJP ക്യാമ്പുകളിലെ വിശദീകരണം. പ്രധാനമന്ത്രി എത്തുന്നതിനാൽ ക്ഷേത്രസന്നിധിയിൽ നടക്കുന്ന ചില വിവാഹങ്ങളുടെ സമയത്തിൽ ക്രമീകരണം വേണ്ടിവരുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയനും പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കാരണം വിവാഹങ്ങൾ മാറ്റിവെച്ചിട്ടില്ല. എല്ലാ വിവാഹങ്ങളും നടത്തും. സുരക്ഷയുടെ ഭാഗമായി വിവാഹങ്ങളുടെ സമയത്തിൽ മാത്രം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിശദീകരണം.